രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം ഇന്ന് സമാപിക്കും. മാർച്ച് 26-ന് അവസാനിക്കേണ്ട സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് വെട്ടിച്ചുരുക്കുകയായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന് സമാനമായി അഴിമതി ആരോപണങ്ങളിൽ പ്രക്ഷുബ്ധമായിരുന്നു എല്ലാ സമ്മേളന കാലവും. അവശ്യം പൂർത്തിയാക്കേണ്ട നടപടികൾ പൂർത്തിയാക്കി 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം അവസാനിപ്പിക്കാനാണ് തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ജനുവരി 20-ാം തീയതിയാണ് സമ്മേളനം ആരംഭിച്ചത്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ സഭ പ്രക്ഷുബ്ധമായി. ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഭരണ പ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടലിനും ഈ സഭാകാലം സാക്ഷ്യം വഹിച്ചു. നിരന്തരം നിസ്സഹകരണത്തിലൂടെ നിരവധി തവണയാണ് സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിഷേധം തുടർന്നു. ഇതോടെയാണ് നടപടികൾ വെട്ടിച്ചുരുക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാം എന്ന് തീരുമാനിച്ചത്. മാർച്ച് 26-നാണ് സഭ അവസാനിക്കേണ്ടത്. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായാൽ വെട്ടിച്ചുരുക്കാം എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നതോടെ തീരുമാനം മാറ്റുകയായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തിന് സമാനമായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലവും. സ്വർണ്ണക്കടത്തും സ്വപ്ന സുരേഷും സ്പ്രിംഗ്ലറും ആഴക്കടൽ മത്സ്യബന്ധനവുമെല്ലാം പ്രതിപക്ഷം സർക്കാരിനെ കടന്നാക്രമിക്കാനെടുത്തെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാസപ്പടി വിഷയം വലിയ രീതിയിൽ സർക്കാരിനെ ഉലച്ചു. തുടർന്ന് ശബരിമല സ്വർണ്ണക്കവർച്ചയാണ് പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് പിടിച്ചുലച്ചത്. മറുപടി പറയാൻ കഴിയാത്ത സ്ഥിതിയിൽ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ സർക്കാർ പ്രതിരോധത്തിലാവുകയും ചെയ്തു. സഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരും CPM-ഉം പ്രതിരോധത്തിലായി. ഇതോടെയാണ് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാമെന്ന നിലയിലേക്ക് എത്തിയത്. ഇന്നത്തെ സമ്മേളനത്തോടെ സഭ പിരിയുന്നതോടെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ അവസാന സഭാ സമ്മേളനത്തിനാണ് സമാപനം കുറിക്കുക. ജനം, തിരുവനന്തപുരം.